എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവ് കുഴയ്ക്കുകയും പരത്തും ഒന്നും തന്നെ ചെയ്യാതെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. മാവൊക്കെ കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുള്ള ഒരു പിസ്സ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിസ്സ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പിസ്സയാണ് കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പം തന്നെ നമുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ നമുക്കൊരു പിസ്സ റെഡിയാക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിസ്സ ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഞാനിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ഇതുപോലെ ബേക്കിംഗ് പൗഡർ വേണം നമ്മൾ 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനാണ് കേട്ടോ നമ്മൾ പിസ്സക്കകത്തൊക്കെ ഇടുന്നത്. അത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പിസ്സ കഴിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ മൈദ അളന്നിട്ട് എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ ഇതുപോലെ തൈരാണ്. തൈര് ചേർത്ത് കൊടുക്കുമ്പം അധികം പുളിയില്ലാത്ത തൈരുമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ നോർമൽ വാട്ടർ അല്ല, അതുപോലെ തന്നെ ഒരുപാട് ചൂടുള്ള വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഈ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല, ഇതിൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. കറക്റ്റ് നമ്മൾ ഈ ഒരു പരുവത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ളൊരു പാൻ എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം എല്ലാ ഭാഗത്തും ഒരേ രീതിക്ക് മാവ് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഈ ഒരു മാവൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നിന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതുണ്ടല്ലോ അത്യാവശ്യം ഇതൊന്ന് കുക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം കുറച്ചും കൂടി നമുക്കൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അത് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോഴല്ല കേട്ടോ, ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ്സ സോസും അതുപോലെ തന്നെ ചീസും മറ്റ് ചേരുവകളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളൊരു മുകൾ ഭാഗം വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു മുകൾ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുള്ള ഒരു ഭാഗമില്ലേ, അതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ഈ ഒരു പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിസ്സ സോസ് വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിക്കൻ പിസ്സ ചെയ്ത ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പിസ്സ സോസ് എടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്ലൈസർ ചീസും പിന്നെ മൊസറല്ല ചീസുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്ലൈസർ ചീസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മൊസറല്ല ചീസ് മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ ഒരു സ്ലൈസർ ചീസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 150 ഗ്രാം അളവിൽ മൊസറല്ല ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 150 ഗ്രാം അളവിൽ മൊസറല്ല ചീസ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ പിസയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ പിസ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ചിക്കൻ ചെറിയതായിട്ട് പൊരിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള ഒരു ക്യാപ്സിക്കും, റെഡ് കളറിലുള്ള ഈ ഒരു ക്യാപ്സിക്കും, ഈ ഒരു ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 3 കളറുള്ള ക്യാപ്സിക്കം എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ ഇതിലേക്ക് കുറച്ച് ചോളം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 നുള്ള ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചത് നമുക്ക് ഇതുപോലെ വെതറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഒറിഗാനോയും കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടി ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. മൂടിയിൽ ഇതുപോലെ ചെറിയ ഹോൾ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 8-9 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അത്യാവശ്യം കുക്കായി കിട്ടും. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ സൈഡിലാക്കി വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതുപോലെ 1 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ആവി വരും. ഈ ഒരു ആവി വരുമ്പോഴത്തേക്കും ഈ ഒരു ചീസ് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അത് നമ്മൾ ഓവനകത്തൊക്കെ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് ചീസ് മെൽറ്റായി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒരു അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഏകദേശം ഒരു 8-9 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു പിസ്സ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ നമ്മുടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ മറ്റൊരു പിസ്സയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് ഒരു ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു ചീസൊക്കെ വലിഞ്ഞിട്ടുള്ള ഈ ഒരു രീതിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വന്നിട്ട് ഈ ഒരു പിസ്സ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മൾ മാവൊക്കെ കുഴച്ചിട്ടുണ്ടാക്കുന്ന ഒരു പിസ്സ ഡോവും അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പിസ്സ ഡോവും തമ്മിൽ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ നല്ല പക്ക കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. ധൈര്യമായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പിസ്സയാണ്. അപ്പോൾ ഈ ഒരു രീതി എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പിസ്സ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു രീതിയാണ്. പിന്നെ പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പിസ്സയുടെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.